ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. അപ്പോൾ മുഹറം 10ൻ്റെ നോമ്പ് തുറ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. നോമ്പ് തുറക്കാനുള്ള 1-2 ഐറ്റംസും പിന്നെ ബിരിയാണിയുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബിരിയാണി ഇന്നിപ്പം മുഹറം 10 ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ അല്ലേ. നാടൻ കോഴീൻ്റെ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പൊതുവേ നാടൻ കോഴി കുറച്ച് വേവ് കൂടുതലുള്ള കോഴിയാണ്. സാധാരണ നമ്മൾ എടുക്കുന്ന ചിക്കൻ അല്ലല്ലോ. അപ്പോൾ അത് ആദ്യം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിരിയാണീൻ്റെ സൈസിലുള്ള പീസല്ല, ചെറിയ ചെറിയ കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പം എന്തായാലും ഇന്നുണ്ടാക്കുമ്പോൾ ബിരിയാണി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്നതല്ല, അപ്പം പീസിൻ്റെ അളവൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പം എന്തായാലും ചിക്കൻ ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതിൽ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, സാധാ ചിക്കൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 4-5 വിസിൽ വേണ്ടി വരും. അപ്പോൾ ചിക്കൻ ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ ഒരു ചിക്കൻ മുങ്ങുന്ന കണക്കിന് തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്ന സമയത്തേക്ക് ഞാനിപ്പം ബിസ്ത ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതായത് ഉള്ളി കുറച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ബിരിയാണിയിൽ എനിക്ക് പൊതുവേ ഇങ്ങനെ ബിസ്ത പൊരിച്ചിടുന്നത് ഒരു വീക്ക്നെസ്സാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഏത് ടൈപ്പ് ബിരിയാണിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്, തലശ്ശേരി സ്റ്റൈലാണോ അല്ലാണ്ട് നോർമലാണോ, നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള ടൈപ്പാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും വെന്ത് വന്നു. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതിൽ നിന്ന് ചിക്കനിൽ കുറേ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസാലയിലും നെയ്ച്ചോറിലും നെയ്യിൻ്റെ അളവ് ഞാൻ കുറച്ച് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി ചിക്കൻ്റെ നെയ്യ് ഉണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഈ വെള്ളം ഞാൻ കുറച്ച് മസാലയിലും ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിനും ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു മണമായിരിക്കും നെയ്ച്ചോറിന്. ഇനിയിപ്പം ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം കുക്കറിലേക്ക് മസാല റെഡിയാക്കട്ടെ. അപ്പം കുക്കറിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഉള്ളി അരിഞ്ഞെടുത്തതാണ്. ഇതിനി ഒന്ന് കൈകൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 തക്കാളി, വലിയ തക്കാളിയാണ് എടുത്തത്. ഇനിയിപ്പോൾ ഒരു മീഡിയം വലിപ്പമൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കാം കേട്ടോ. അതിലേക്ക് എരിവിന് നോക്കിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ബിരിയാണി ഇല ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ടാലും കുഴപ്പമില്ല. നന്നായി ഒന്ന് മിക്സാക്കി കൈകൊണ്ട് തന്നെ നന്നായി ഞരടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പം ഉപ്പ് ചേർത്തത്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു കിട്ടുന്നതിന് കണക്കായിട്ട് വേവിച്ചെടുക്കുക. അതായത് ഒരു 2-3 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പം മസാല അവിടെ വേവുന്ന സമയത്ത് ഞാനിപ്പം വേറൊരു പാത്രത്തിൽ നെയ്ച്ചോറ് റെഡിയാക്കുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സെയിം ടൈപ്പ് നെയ്ച്ചോറ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗീയും അതുപോലെ ഉള്ളി പൊരിച്ച ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 മുറിയോളം സവാള ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ബിരിയാണിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് അളവ് നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ അരി എടുക്കുന്നത് അഷ്റഫ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അടിപൊളി ടേസ്റ്റുമാണ്, നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത അരിയുമാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്. പിന്നെ ഇങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം നെയ്ച്ചോറിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറ്. ഇനിയിപ്പം തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു നാരങ്ങൻ്റെ നീര് കൂടെ അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. കാരണം ഒട്ടിപ്പിടിച്ച് പോകില്ല ചോറ്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെരി സിമ്മായി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനിയിപ്പം മസാലൻ്റെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വന്നപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറന്നത്. എന്താ കണ്ടോ, വെള്ളമൊന്നും വറ്റിയിട്ടില്ല. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ബിസ്ത ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തൊന്ന് നന്നായി കുഴച്ചെടുക്കാം.
ഇനിയിപ്പം ഈ ഉള്ളീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങണം. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്വീറ്റ്നെസ് കിട്ടുന്നൊരു ടൈപ്പാണ് ഈ ഒരു ബിരിയാണി. അതാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റും. ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ബിരിയാണിയിൽ മസാലയിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കളറ് കിട്ടുന്നത് ആ ഒരു പിസ്ത ചേർക്കുന്നത് കൊണ്ടാണ്. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ആ കളറും ടേസ്റ്റും ഒക്കെ ഇറങ്ങണ്ടേ ഉള്ളിയിൽ നിന്നും ചിക്കനിനും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു എന്താ പറയുക ടേസ്റ്റൊക്കെ ഇറങ്ങണം. ചിക്കൻ്റെയും ഉള്ളീൻ്റെയും ഒക്കെ ടേസ്റ്റ് കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയാവും. ഇനിയിപ്പം ദം ഇടാനുള്ള പരിപാടിയാണ്. നെയ്ച്ചോറും ഓൾറെഡി റെഡിയായി. ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ദം ചെയ്യുന്നത്. ആദ്യം കുറച്ച് നെയ്ച്ചോറൊന്ന് അടിയിലൊരു ലെയർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നെയ്ച്ചോറൊന്ന് ലെയർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഫൈനലി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞളാവുമ്പോൾ പിന്നെ ആ ഒരു ഫുഡ് കളറിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. ഇനിയിപ്പം കുറച്ച് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി, മല്ലിയിലയൊക്കെ ഒന്ന് വിതറിയിട്ട് കുറച്ച് നട്ട്സൊക്കെ വിതറി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് ദം ചെയ്യാം. അങ്ങനെ നെയ്ച്ചോറിൻ്റെ ദം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ചായക്കടി ഉണ്ടാക്കാനായിട്ട് പഴംപൊരിയും ഉന്നക്കായയുമാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ അതായത് 9ാം നോമ്പിൻ്റെ അന്ന് ചായക്കടി ഉണ്ടാക്കിയതൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം പിന്നെ അതും കൂടെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. മുട്ട പൊരിച്ചതും പഴംപൊരിയും അതുപോലെ തന്നെ ഇതാ പഴംപൊരി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴംപൊരിയും ബീഫും ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ വീട്ടിൽ കഴിച്ചു നോക്കി, ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് അല്ലേ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ ഒരു റെസിപ്പി. അങ്ങനെ ഇത്തവണത്തെ മുഹറം 10ൻ്റെ നോമ്പ് തുറ ഐറ്റംസ് ഇതൊക്കെയാണ്. വളരെ നോർമലായിട്ട് സാധാരണ ഐറ്റംസ്, വെറൈറ്റി ഒന്നും ഇല്ല ഇത്തവണയും. അപ്പം ദം പൊട്ടിക്കുകയാണ്. നോമ്പ് തുറക്കേണ്ട ടൈമൊക്കെ ആയി. ഇനിയിപ്പം ചായക്കടിയൊക്കെ കഴിഞ്ഞ് നാസ്തൻ്റെ ടൈമിൽ ബിരിയാണിയൊക്കെ നമ്മൾ തിന്നോളൂ. അതുവരെ കുറച്ച് റെസ്റ്റ് എടുക്കാം, ക്ഷീണം ഉണ്ടാവില്ലേ. അപ്പം ഇതാണ് നമ്മുടെ നോമ്പ് തുറ. ഇനിയിപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഫോളോ മൈമൂൺസ് കിച്ചൻ ഓൺ Instagram, Facebook and YouTube. Thank you.